ഹലോ ഗൈസ്, ഈ ട്രെയിനിൽ കയറി വായിട്ട് നോക്കി ഇവനിതെങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കുമല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. നിൽക്കേ പറഞ്ഞുതരാം. ദേ ആ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴുവില്ലേ, അതാണ് ഞങ്ങളുടെ ബേബി, ക്രിസ് ബേബി. സെയിം കിഡ്സിൽ എൻ്റെ കൂടെ 4 കൊല്ലം ചങ്കും കരലായിട്ട് നടന്നവനാണ്. ഈ ബേബി അവസാനം കഴിവ് തെളിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബേബി ഇനി മുതൽ ഒരു ബേബി മാത്രമല്ല, ഓനൊരു തന്തയാകാൻ പോവുകയാണ്. ഓൻ്റെ കുഞ്ഞിൻ്റെ ജെൻഡർ റിവീൽ പാർട്ടിക്ക് പോണ പോക്കാണ് നിങ്ങൾ ആദ്യം എസ്തെറ്റിക്കായിട്ട് കണ്ടത്. ദേ അവിടെ വിക്ടറി കാണിക്കുന്നില്ലേ, അതാണ് സ്നേഹ, ക്രിസിൻ്റെ ലവ് ഓഫ് ലൈഫ്. അവളുടെ ജെൻഡർ റിവീൽ പാർട്ടി മാത്രമല്ലായിരുന്നു, സ്നേഹയുടെ വളകാപ്പ് ചടങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വളയും മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുന്ന ചടങ്ങാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ദേ അവിടെ വളയിട്ട് പൊട്ടിച്ചാണ് അവളുടെ അനിയത്തി. അവൾക്ക് വളയും മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കാൻ ഒരു ജനസാഗരം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും വൻ ക്യൂ ഒക്കെ ആയിരുന്നു. അപ്പോൾ തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോൾ ഞാനും പോയി അവരുടെ മൂക്കിൽ തന്നെ നോക്കി മഞ്ഞളൊക്കെ ഇട്ട് കൊടുത്തു. അവർ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇത് കഴിഞ്ഞ് കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ജെൻഡർ റിവീൽ ചെയ്യാനായിട്ട് പിങ്കും ബ്ലൂവും ടീമായിട്ട് തിരിച്ചിട്ട് കുറേ ഗെയിംസും കോമ്പറ്റീഷനിലൊക്കെ വാശിയേറിയ മത്സരമായിരുന്നു. ഞാൻ പിങ്ക് ടീമായിരുന്നു കേട്ടോ. കാരണം അവന് പെൺകുഞ്ഞ് ജനിക്കുകയുള്ളൂ എന്ന് എനിക്ക് പണ്ടേ ഉറപ്പായിരുന്നു. അറ്റ് ലാസ്റ്റ് എൻ്റെ പ്രഡിക്ഷൻ കറക്റ്റായി ഗൈസ്. ദേ ആർ ഗോയിങ് ടു ഹാവ് എ ബേബി കിഡ്. അവരുടെ ആ ഹാപ്പിനെസ് കണ്ടില്ലേ, അന്യായ പരിപാടിയായിരുന്നു കേട്ടോ. അവൻ്റെ കല്യാണം കൂടാൻ പറ്റാതെ പോയ സങ്കടമെല്ലാം ഈ പരിപാടിയിൽ ഞാൻ തകർത്തടിച്ചു പൊളിച്ചു. ഒരു രക്ഷയില്ലാത്ത ഫാമിലിയും ഫ്രണ്ട്സും അവരുടെ ആ സന്തോഷം കണ്ടില്ലേ. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ.